പോലീസായാൽ എന്തുമാകാമെന്ന ധാരണ ചില സ്റ്റേഷനിലിരിക്കുന്ന പോലീസുകാർക്കുണ്ട്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയൊക്കെ വീട് ചവിട്ടിപ്പൊളിക്കാനും വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പ്രതിയെ പിടിച്ചു കളയാനൊക്കെ പറഞ്ഞിട്ട് ഓടി ഓടി നടക്കുന്നത്. ആ ഓട്ടം തുള്ളലിലാണ് ഹൈക്കോടതി കടിഞ്ഞാണിട്ടിരിക്കുന്നത്. പോലീസിനോട് പറഞ്ഞു, ഇനി അമ്മാതിരി ഏർപ്പാടൊന്നും വേണ്ട, പാതിരാത്രിയുള്ള ഈ നിരീക്ഷണം അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതിയെന്ന്. ആ കേസ് രസകരമായൊരു കേസൊന്നുമല്ല, ഗുരുതരമായൊരു കേസാണ്. പോക്സോ കേസിൽ ഒരാളെ പ്രതി ചേർക്കുന്നു, അയാളെ കോടതി കുറ്റവിമുക്തനാക്കുന്നു. പോക്സോ കേസാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണ്. തോപ്പുംപടി സ്വദേശിയാണ്, മുണ്ടംവേലി സ്വദേശി, കൊച്ചി തോപ്പുംപടി മുണ്ടംവേലി സ്വദേശിക്കെതിരെയാണ് ആ കേസ്. അപ്പോൾ ഇയാളെ കുറ്റവിമുക്തനാക്കിയല്ലോ. അപ്പോൾ ഇങ്ങനെ വിമുക്തരാക്കപ്പെടുന്ന മോഷ്ടാക്കളുണ്ടാകാം, അതുപോലെ കൊലക്കേസിലെ പ്രതികളുണ്ടാകാം. അങ്ങനെ പല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയും കോടതി കുറ്റവിമുക്തരാക്കും. ചിലർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴും നല്ല നടപ്പാണോ, വീണ്ടും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, അങ്ങനെയൊക്കെ പോലീസിന് നിരീക്ഷിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചുകാരും അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗവും സ്റ്റേഷനിലെ പോലീസുകാരും ഒക്കെ ഇയാളെ ഒന്ന് നിരീക്ഷിക്കുന്നത് ചിലപ്പോൾ അടുത്ത കടക്കാരോട് ഇവനിങ്ങനെ നടക്കുന്നതൊക്കെ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്, അതിന് കോടതി വിലക്കൊന്നുമില്ല. കോടതി പറഞ്ഞാൽ അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ അന്വേഷിക്കണം. കാരണം അയാൾ വീണ്ടും ക്രിമിനൽ സ്വഭാവത്തിലോട്ട് മടങ്ങിപ്പോവുകയാണെങ്കിൽ അയാളെ കൈയോടെ പിടിച്ച് നമുക്ക് തടങ്കലിൽ വയ്ക്കാം, അല്ലെങ്കിൽ കരുതൽ തടങ്കലിലൊക്കെ വയ്ക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ആ പേര് പറഞ്ഞ് പാതിരാത്രി വീട്ടിൽ കയറി വീട്ടിൽ കതക് തല്ലിപ്പൊളിച്ച് അയാളെ ഭേദ്യം ചെയ്ത് അയാളുടെ ഭാര്യയെ ചീത്ത വിളിച്ച് അയാളുടെ അമ്മയുടെ നാഭിക്ക് തൊഴിച്ച്, ഇതൊന്നും പോലീസിന് ഗുണകരമല്ല. പോലീസ് ഇമാതിരി പരിപാടികൾ ചെയ്യരുത് എന്ന് കോടതി പറയുന്നു. കാരണം വീട് എന്ന് പറയുന്നത് ഒരാളുടെ സ്വർഗമാകാം, അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ സ്വത്താണ്, അഹങ്കാരമാണ് വീടെന്ന് പറയുന്നത്, അവരുടെ സ്വകാര്യതയാണ്, സ്വർഗമാണ്. ഓരോരുത്തർക്കും സ്വർഗവും അതുപോലെ തന്നെ ചെറ്റക്കുടിലാണെങ്കിൽ പോലും അവർക്ക് അത്രയും സ്വർഗമാണ് അവരുടെ വീടെന്ന് പറഞ്ഞാൽ. ആ വീട്ടിൽ അവർ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവിടെ കടന്നു കയറി, പ്രത്യേകിച്ച് കേസോ വഴക്കോ ഒന്നുമില്ല, കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട് വീട്ടിൽ കിടക്കുകയാണ്. ഈ സംഭവത്തിലാണെങ്കിലോ കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വിധിക്ക് കാരണമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഏപ്രിലാണ്. ഏപ്രിലിൽ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പറഞ്ഞ ഇയാളെ വിളിക്കുന്നു, ഈ വ്യക്തിയെ വിളിക്കുന്നു. വ്യക്തിയോട് പറയുന്നു, ഞങ്ങളിപ്പോൾ നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ വീടിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. രാവോളം കാത്തു നിന്നു, പോലീസ് വരുന്നതേ ഇല്ല. പോലീസിനെ കാത്ത് നിന്ന് മുഷിഞ്ഞ് പാവപ്പെട്ടവൻ അത്താഴമൊക്കെ കഴിഞ്ഞ് കയറി കിടന്ന് ഉറങ്ങി ഒരു പുലർച്ചെ 1:30 ആയപ്പോൾ ദാണ്ട വരണടാ മറ്റേ ബീപ്പ് സൗണ്ടൊക്കെ ഇട്ട് പോലീസുകാർ വരുന്നു, വാതുക്കൾ മുട്ടുന്നു, ബൂട്ടിട്ട് ചവിട്ടുന്നു, എന്നിട്ട് ചീത്ത വിളിക്കുന്നു. എന്നിട്ടൊരു കള്ളക്കേസും. എന്താണ് കള്ളക്കേസ്? യവൻ ചെന്ന് പരിശോധനയ്ക്ക് ചെന്നപ്പോൾ പോലീസുകാരെ അസഭ്യം പറഞ്ഞു, പോലീസുകാരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി, ഇവൻ പുറത്ത് കിടക്കാനല്ല യോഗ്യൻ, ഇവനെ അകത്തിടണം എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒരു ഇൻഡാപ്പി റിപ്പോർട്ട് എഴുതി അങ്ങോട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് കോടതി പറഞ്ഞത് ഇതൊരു വ്യാജ കേസാണ്. എന്തിന് ഈ പ്രതിക്കെതിരെ ഇങ്ങനൊരു നടപടി പോലീസ് സ്വീകരിക്കാൻ കാരണമുണ്ട്. നിന്നെ സ്വസ്ഥമായി വീട്ടിൽ കിടത്തി ഉറക്കില്ലടാ എന്ന് വെല്ലുവിളിച്ച ആളുകളാണ് ഈ പോലീസ്. കാരണം നിരന്തരം കള്ളക്കേസുകൾ. ഇയാൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ, ഒരു തെറ്റ് എങ്ങനെയോ വന്ന് അതിനകത്ത് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അത് തൻ്റെ കുഴപ്പം കൊണ്ടോ ആരുടെങ്കിലും കുഴപ്പം കൊണ്ട് വന്ന് ചാരപ്പെട്ട ഒരു കേസാണ്, അതിനകത്ത് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അയാൾക്കെതിരെ വീണ്ടും കള്ളക്കേസ് എടുക്കുകയാണ്. അയാളപ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞു, കേൾക്കുന്നില്ല. അവസാനം ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ കുറിച്ച് DGPക്ക് പരാതി കൊടുത്തു. ഈ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി തരണം. ഈ പരാതി കൊടുത്തതോടുകൂടിയാണ് മറ്റ് വേറെ തരത്തിലുള്ള ശല്യങ്ങൾ, നിരീക്ഷണ ശല്യങ്ങൾ, നിരീക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പോയി അവനെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതായത് മേലുദ്യോഗസ്ഥന് ഇവർക്കെതിരെ പരാതി കൊടുത്തു. അതിൻ്റെ കലിപ്പ് തീർക്കലാണ് ഈ ചവിട്ടിപ്പൊളിക്കലും കള്ളക്കേസ് കൊടുക്കലും. അതുകൊണ്ട് കോടതി പറഞ്ഞു, ഇമാതിരി ഒരു അധികാരവും പോലീസിനില്ല. രാത്രി സൂര്യൻ അസ്തമിച്ച് നേരം പുലരുന്നവരെ സ്ത്രീകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലും പാടില്ല. നിങ്ങൾക്ക് ഒരാളെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ അയാൾക്ക് വൈദ്യപരിശോധന നടത്തിയിരിക്കണം. അങ്ങനെ തുടങ്ങി 10 നിർദ്ദേശങ്ങൾ വരെയുണ്ട്. എന്നിട്ട് ഈ വീട് ഭവനഭേദനത്തിന് തുല്യമാണ് വീട് ചവിട്ടിപ്പൊളിക്കൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പോലീസെ ശ്രദ്ധിച്ചുകൊള്ളുക, ഹൈക്കോടതി താക്കീത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി പോയി വീടൊന്നും ചവിട്ടിപ്പൊളിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് നേരെ ഇരുട്ടുന്നതിന് മുന്നേ പോയി പ്രതിയെ നിരീക്ഷിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി പറയുന്നത്. നിരീക്ഷിച്ചോ, പക്ഷേ വീട് ചവിട്ടിപ്പൊളിച്ചുള്ള നിരീക്ഷണം അത് ക്ഷമിക്കാൻ പറ്റുന്നതല്ല, അത് ക്രിമിനൽ നടപടിയാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു.